الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت هو رب العرش العظيم. الله سبحانه وتعالى സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. എല്ലാവിധ സന്തോഷങ്ങൾ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. എൻ്റെ ചായത്ത് കടി മൂസാക്കട കണക്കിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അയാൾ ആവശ്യങ്ങൾ അള്ളാഹു വീട്ടിക്കൊടുക്കുമാറാവട്ടെ. സഹോദരന്മാരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിനെ പറ്റിയാണ് ഇന്നലെ വിശദീകരിച്ചത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരാൾ സ്വലാത്ത് ചെന്നെങ്കിൽ അയാൾക്ക് ധാരാളം ലാഭങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത്. ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ലാഭമാണ്, തൻ്റെ മേൽ ഒരാൾ സ്വലാത്ത് ചെന്നിട്ട് സ്വല്ലല്ലാഹു അലൈഹി അശറ അള്ളാഹു അയാളെ മേൽ 10 സ്വലാത്ത് ചെല്ലാം. സ്വലാത്ത് ചെല്ലങ്കെത്തുന്ന മോമിൻക്ക് അള്ളാഹു ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ലാഭം അള്ളാഹുടെ സ്വലാത്ത് ഇപ്പറ കിട്ടുന്നതാണ്. ഒന്ന്. രണ്ടാമത് അവന്റെ ദോഷങ്ങൾ തോൽപ്പിക്കപ്പെട്ടു. അതുപോലെ അവന്റെ അമലുകളെല്ലാം നല്ല സംശുദ്ധമാവും, ഏറ്റവും സുന്ദരമാവും, അവന്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തപ്പെട്ടു. ഇതെല്ലാം ഹദീസിൽ വന്നതാണ്. അതുപോലെ ദോഷങ്ങൾ പൊറുക്കപ്പെട്ടു. ഈ സ്വലാത്ത് ചെന്നൈക്കത്ത ആൾക്ക് മഗ്ഫിറത്ത് കേൾക്കാറ് മലായികത്ത്. അതുപോലെ ഉഹദ് പർവ്വതം പോലത്തെ പ്രതിഫലങ്ങൾ അവന് എഴുതപ്പെട്ടിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിപാട്. സ്വലാത്ത് ചെല്ലങ്കെത്ത ആളുകൾ അന്ത്യനാളുടെ ഭയാനകതയിൽ നിന്ന് രക്ഷ കിട്ടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്ത് കിട്ടരുത്. ഒരാൾ ബാങ്ക് കഴിഞ്ഞാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തും അതുപോലെ ബാങ്കിൽ പിന്നെയുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസീലത്ത് ഫളീലത്ത് എല്ലാം കേൾക്കും. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ ഈ ദുആ നടത്തിയാണ്ടെങ്കിൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി നന്റെ ശഫാഅത്ത് അയാളുടെ ഹലാലായിട്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലും. ചിലപ്പോൾ അശ്രദ്ധയിൽ പെട്ടുപോകണമെങ്കിൽ വിഷയമാണ്. ബാങ്ക് ജവാബ് ചൊല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്താണ്. ഒന്നും അതുപോലെ ബാങ്കാകുമ്പോൾ ഉണ്ടാണ്ടിക്കരുത്. ബാങ്ക് ആയാൽ പിന്നെ ഈ ചൊന്നെങ്കത്ത് ദുആ നടത്തിയെങ്കിൽ കിട്ടുപോകേണ്ടത് ശഫാഅത്താണ്. അന്ത്യനാളിൽ മഹ്ശറത്തിൽ ഹല്ലത്ത് ലഹു ശഫാഅത്തി നന്റെ ശഫാഅത്ത് അയാളുടെ ഹലാലായിട്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്ത് ചൊല്ലെങ്കത്ത ആൾക്ക് കിട്ടുന്ന ലാഭമാണ്. അതുപോലെ അള്ളാഹുടെ പൊരുത്തം കിട്ടരുത്. നാളെ അർശിലെ തണലിൽ കടക്കുക സാധ്യമാവുള്ളൂ. അതുപോലെ ഹൗദുൽ കൗസറിന്റെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹൗദുൽ കൗസറിന്റെ മുട്ട പോകാവുള്ളൂ. സുറാത്ത് വാലത്തിൽ പ്രയാസമില്ലാണ്ട് സഞ്ചരിക്കുകയുള്ളൂ. ഏതുവരെ നിന്ന് മരിക്കടാട്ടി മങ്ങൾ സ്വലാത്ത് അധികരിപ്പിക്കണമെങ്കിൽ ഒരാൾക്ക് മൗത്തുക മങ്ങൾ സ്വർഗത്തിൽ അവിടെ ജാഗ ചെയ്ത് കാട്ടിക്കൊടുക്കുന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ്. അതുപോലെ സ്വർഗത്തിൽ ധാരാളം ഭാര്യമാരുണ്ടാവുക. ഇന്നലെ നാം വിശദീകരിച്ച് സ്വതക്ക ആ പിന്നെ സ്വലാത്തിലൂടെ സമ്പത്തിൽ വലിയ ബർക്കത്തുണ്ടാവുള്ളൂ. 100 ആവശ്യങ്ങൾ വീട്ടപ്പെട്ടിട്ടുണ്ടാകും. സ്വലാത്ത് ചെന്നെങ്കിൽ 100 ആവശ്യങ്ങൾ വീട്ടപ്പെട്ടു. സ്വലാത്തിൽ ചൊല്ലത് ഏറ്റവും വലിയ ഇബാദത്താണ്. ഒരു മജ്ലിസിൽ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. സ്വലാത്ത് ചെന്നെങ്കത്ത ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല. അവന്റെ ഇക്കട്ട് പിടിച്ചെങ്കത്ത ജീവിതം അതങ്ങ് നീങ്ങിപ്പോകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെളിപാട്. ഒന്ന്, സ്വലാത്തിലൂടെ കിട്ടുന്ന വലിയ ലാഭമാണ്. ഒന്ന്, അവനക്ക് ഉപകാരം, അവന്റെ മക്കൾക്ക് ഉപകാരം, അവന്റെ മക്കളെ മക്കൾക്ക് സ്വലാത്തിലൂടെ ഉപകാരമുണ്ടാണ്. ഞാൻ സ്വലാത്ത് അധികരിപ്പിച്ചുകൊണ്ടിരുന്നെങ്കിൽ തന്റെ സന്താന പരമ്പരകൾക്ക് അതിലെ ഉപകാരങ്ങൾ കിട്ടു. അതുപോലെ സ്വലാത്തും ചൊല്ലത് ഏറ്റവും വലിയ വെളിച്ചമാണ്. ശത്രുക്കൾക്കെതിരെ സഹായമാണ്. കാപ്പട്യത്തിൽ നിന്ന് കൽബിനെ ശുദ്ധിയാക്കുന്നതാണ് ഈ ചൊന്ന സ്വലാത്ത്. അതുപോലെ അള്ളാഹുടെയും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബത്ത് കിട്ടുന്നതിന് ഒട്ടിಗೆ ആൽമാരെ വിസപ്പാടും കിട്ടുന്നുണ്ടാണ്. മനുഷ്യന്മാർക്ക് ഞങ്ങളുടെ ഒട്ടിക്ക് ഒരു വിസവുണ്ട്. അതും കാര്യമായ ഒരു വിഷയമാണ്. മനുഷ്യന്മാർക്ക് ഇപ്പറ വിസവുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ സാധ്യമാവുള്ളൂ. അതുപോലെ സ്വലാത്ത് അധികം ചൊല്ലെങ്കത്ത ആള് ഗീബത്തിൽ നിന്ന് രക്ഷപ്പെടും. ബാക്കിയുള്ള ആൾമാർ കൊണ്ട് ഇറച്ചി ചെമ്മ തിന്നാല അതും ലാഭമാണ്. സ്വലാത്തിലൂടെ കിട്ടുന്ന ലാഭം നോക്കുക എത്രയാണ്.
ഈ കിതാബിന്റെ പേര് അൽ ഖൗലുൽ വദീഅ് ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീഖുള്ള ഇമാം ഹാഫിദ് ശംസുദ്ദീൻ അബ്ദുറഹ്മാൻ സഖാവി റളിയല്ലാഹു അൻഹു എഴുതിയ കിതാബാണ്. ഇത് 400 ചില്ലാരത്തോളം പേജുണ്ട്, 300 ചില്ലാര പേജ്. സ്വലാത്തിനെ ಬಗ್ಗೆ മാത്രം സ്വലാത്തിനെ ಬಗ್ಗೆ 100 കണക്കിൽ കിതാബ് ഇറങ്ങിയിട്ടുണ്ടായെങ്കിൽ അതിൽ എല്ലാ ഇമാമിയങ്ങളും അംഗീകരിച്ച വളരെ പ്രസിദ്ധമായ കിതാബാണ് അൽ ഖൗലുൽ വദീഅ്, ഇമാം സഖാവി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ്. അപ്പൊ അതിലാണ് ചെന്നുകൊണ്ടുള്ളത്. സ്വലാത്തിലൂടെ ദീനിലും ദുനിയാവിലും ഏറ്റവും വലിയ ഉപകാരങ്ങൾ കിട്ടുന്നതുകൊണ്ടു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നതാണ്. ഇങ്ങനെ 100 കണക്കിൽ ഉപകാരങ്ങൾ സ്വലാത്ത് എന്നിടാം. അതുപോലെ സ്വലാത്ത് എല്ലാ സമയത്തും സുന്നത്താണ്. എവിടെയും സ്വലാത്ത്. കക്കൂസ് പോയെങ്കിൽ പ്രാഥമിക ആവശ്യ നിർവഹണക്ക് പോയെങ്കിൽ അവിടെ സ്വലാത്ത് ചെല്ലുവാവില്ല. അതല്ലാത്ത എല്ലാ സമയത്തും എപ്പോ എവിടെ എത്ര സ്വലാത്ത് വേണമെങ്കിൽ ചെല്ലാണ്ടാണ്. അതേ സമയത്ത് ചിലപ്പോ സ്വലാത്ത് സ്പെഷ്യൽ സുന്നത്തായ ജാഗയുണ്ട്. ഉള്ളെടുത്ത് ടായൽ പിന്നെ സ്വലാത്ത്, നിസ്കാരത്തിൽ സ്വലാത്തുണ്ട്, അത് കട്ടായമായ സ്വലാത്ത് അത്തഹിയ്യാത്തിലുണ്ട്. ഇഖാമത്ത് കൊടുക്കുന്ന നേരത്ത് സ്വലാത്ത്, ബാങ്ക് ഇഖാമത്ത് കഴിഞ്ഞൽ പിന്നെ സ്വലാത്ത്, ബാങ്ക് മുമ്പുള്ള സ്വലാത്തില്ല, ബാങ്ക് ഇഖാമത്ത് കഴിഞ്ഞൽ പിന്നെ സ്വലാത്ത്. അതുപോലെ ചെമ്മ ജാഗച്ചുള്ളൂ. ഒരാൾ തഹജ്ജുദ് കഴിഞ്ഞിട്ട് വിചാരിക്കുക അപ്പൊ സ്വലാത്ത് ചൊല്ലു സുന്നത്തുള്ളൂ. പള്ളിയുടെ അർഘ്യം ഇങ്ങനെ പോണ്ട ഒരാൾ എങ്കിൽ സ്വലാത്ത് ചൊല്ലു സുന്നത്താണ്. പള്ളിയുടെ കാണുമ്പോ സ്വലാത്ത് ചൊല്ലു സുന്നത്ത്. ജുമാ നാളിലും ജുമാത്തെ ജാവും സ്വലാത്ത് ചൊല്ലു സുന്നത്ത്. പെരുന്നാളിലപ്പ അതുപോലെ മല തേടിക്കത്തെ നിസ്കാരത്തെ ടൈമുൾ, ഗ്രഹണത്തെ ടൈമുൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ പക്ക ജനാസത്തവിടെ സ്വലാത്ത് ചെല്ലൽ നിർബന്ധമാണ്. മയ്യിത്ത് നിസ്കാരത്തിൽ സ്വലാത്ത് നിർബന്ധമാണ്. മയ്യിത്ത് ഖബറുകൾ കടത്തുമ്പോൾ സ്വലാത്ത് സുന്നത്തുള്ളൂ എന്ന മഹാന്മാരുള്ളാറ്. റജബിലും ഷഅബാനിലും സ്പെഷ്യൽ സ്വലാത്ത് സുന്നത്താണ്. ഷഅബാനിലാണ് ഈ ആയത്ത് ഇറങ്ങിയിട്ട് മഹാന്മാർ ചൊല്ലാറ്. ഏത് യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് ഷഅബാനിൽ സ്പെഷ്യൽ സുന്നത്ത്, കഅബ കാണുമ്പോൾ സുന്നത്ത്, സഫാ മർവത്തെ മേലിൽ സ്വലാത്ത് സുന്നത്ത്, മുൽത്തസമുടെ അവിടെ ഹജറുൽ അസ്വദ് ചുംബിക്കുമ്പോ, അറഫ നാളിന്റെ അസർ സ്പെഷ്യൽ സുന്നത്ത്, മസ്ജിദുൽ ഖൈഫുൽ സുന്നത്ത്, മിനത്തിൽ മദീന കാണുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ സിയാറത്താക്കുമ്പോ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവശിഷ്ടങ്ങൾ നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണുമ്പോ സ്പെഷ്യൽ സ്വലാത്ത് സുന്നത്ത്, അറുക്കുമ്പോ സ്വലാത്ത് സുന്നത്തുള്ളൂ, കച്ചവടം നടത്തുമ്പോ സ്വലാത്ത് സുന്നത്തുള്ളൂ. എവിടെയാണ് സ്വലാത്ത് സുന്നത്തില്ലാത്ത പ്രിയപ്പെട്ട സഹോദരന്മാർ? എല്ലാ സ്വലാത്ത് സുന്നത്താണ്. മങ്ങിലത്തേക്ക് മുന്നൽ മങ്ങിലത്തെ ഖുതുബല്ലേ അവിടെയും സ്വലാത്ത് സുന്നത്ത്. സുബഹി സമയത്ത് അസർ സമയത്ത് സ്വലാത്ത് സുന്നത്താണ്. വർണ്ണ ഉദ്ദേശിക്കുമ്പോ സ്വലാത്ത് ചെല്ലൽ സുന്നത്തുള്ളൂ. യാത്ര പോകുമ്പോ സ്വലാത്ത് ചെല്ലൽ സുന്നത്തുള്ളൂ. അതുപോലെ വാഹനത്തിൽ വെക്കുമ്പോ സ്വലാത്ത് ചെല്ലൽ സുന്നത്തുള്ളൂ. അതുപോലെ അങ്ങാടിക്ക് ഒരാൾ ഭർത്താവുണ്ട് മാർക്കറ്റ് എങ്കിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. ഔത്തുക്ക് പത്തുമ്പോ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. ഒരാൾ ടെൻഷൻ ബേജാറ് മനസ്സിലുണ്ടായെങ്കിൽ അവിടെയും വലിയ താവും വന്നിട്ട് താവും ചെന്നെങ്കിൽ പ്ലേഗ് പോലത്തെ കൊറോണ പോലത്തെ രോഗങ്ങൾ വന്നെങ്കിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. അതുപോലെ ഒരു കാര്യം മറന്നെങ്കിൽ നെനപ്പാവുണ്ടായെങ്കിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇങ്ങനെ തുടങ്ങി അള്ളാഹുടെ മുട്ട ഒരു ദോഷത്തിൽ നിന്ന് തൗബാക്കിടാൻ വേണ്ടി എങ്കിൽ ആ സമയത്ത് വരെ സ്വലാത്ത് സുന്നത്താണ്. ദുആത്തെ ടൈമിൽ സ്വലാത്ത് സുന്നത്താണ്. ഒരാൾ ദുആർക്കട അള്ളാഹു വെട്ടിയാണ് ദുആർക്ക. അള്ളാഹു വെട്ടിയ ദുആർക്കുമ്പോൾ ഫസ്റ്റ് ഹംദ് ചെല്ലണം, സ്വലാത്ത് ചെല്ലണം. തുടക്കവും സ്വലാത്ത്, ലാസ്റ്റും സ്വലാത്ത്. ഈ സ്വലാത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കണം. അപ്പൊ സ്വലാത്ത് അള്ളാഹു സ്വീകരിക്കാൻ ചെല്ലുമ്പോ സ്വലാത്തിന് ഇടയിലുള്ളത് അള്ളാഹു സ്വീകരിക്കാണ്ടിരിക്കില്ലേ? നന്റെ ദുആ അള്ളാഹു സ്വീകരിക്കണോണ്ടായെങ്കിൽ അതിങ്ങനെ ആകാശഭൂമിയുടെ ഇടയിലിക്കുണ്ടാകും. സ്വലാത്ത് സ്വീകരിക്കണോണ്ടല്ല, ദുആ സ്വീകരിക്കണോണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ സ്വലാത്ത് ചൊല്ലണോ. ഖുർആൻ ഖത്മാക്കുമ്പോ സ്വലാത്ത് ചൊല്ലു സുന്നത്താണ്. ഒരു മജ്ലിസിലെ എൻറ്റി പോകുമ്പോ സ്വലാത്ത് ചൊല്ലു സുന്നത്താണ്. വഅദുടെ സമയത്ത്, ഫത്വ കൊടുക്കുന്ന സമയത്ത്, ഹദീസ് ഓതുന്ന സമയത്ത് എല്ലാ പക്ക സ്വലാത്ത് സുന്നത്താണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലൽ സ്പെഷ്യൽ സുന്നത്താണ്. അങ്ങനെ ഒരാൾ സ്വലാത്ത് ചെന്നില്ലാണ്ടായെങ്കിൽ അവിടെ വകയാണ് അൽ ബഖീൽ. ലോകത്തെ ഏറ്റവും വലിയ ബഖീൽ ആരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപാടിത്ത് ഏറ്റവും വലിയ ബഖീൽ ആരും ചെന്നെങ്കിൽ ഒരാളെ മൊത്തം നന്റെ പേര് കേൾക്കരുത്, പക്ഷെ അവൻ നന്റെ മേൽ സ്വലാത്ത് ചെല്ലില്ലാണ്ടായെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ബഖീൽ അവനോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിനെ ಬಗ್ಗೆ ഇമാമിയങ്ങൾ ചെന്നാർ. ബഹുമാനപ്പെട്ട അല്ലാമത്തു അഹ്മദുൽ ഫാറൂഖി സർഹിന്ദി റഹിമഹുല്ലാഹ് പണ്ഡിതന്മാർ ചൊന്നത് വിശദീകരിക്കുന്നത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സലാത്ത് അത് മഖ്ബൂലത്തുൻ സ്വീകരിക്കപ്പെടുന്നതാണ്. അതെങ്ങനെ നിങ്ങൾ ഒരാൾ ആൾമാർ കാണുമ്പോൾ ചെന്നിട്ട് ഇങ്ങനെ കൗണ്ടർ പിടിച്ച് ചൊന്നാൽ വിചാരിക്കും അവന്റെ നിയത്തെ അത്. എന്നാലും സ്വലാത്ത് സ്വീകരിക്കപ്പെടും. എന്ത് തന്നെ ഓണ്ട കണ്ടിട്ട് എന്തുമല്ല, അത് ഇക്റാമൻ ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേ സമയത്ത് സ്വലാത്ത് നല്ല നിയത്തിലൂടെ ചെല്ലുമ്പോൾ അതിന് പ്രതിഫലം വേറുമേ. അല്ല ഒരാൾ ആൾമാരെ കാണുവാനായിട്ട് നിയത്ത് എന്തും ഇല്ലാണ്ട് നിയത്ത് സമയമില്ലാണ്ട് ചൊന്നെങ്കിലും അവന് ഏറ്റവും വലിയ പ്രതിഫലം കിട്ടുന്നുണ്ടാണ് മഹാന്മാർ ചൊല്ലുന്നത്. അത് സ്വലാത്തിന് ഏറ്റവും വലിയ മഹത്വമായിട്ടാണ് ഇമാമിയങ്ങൾ വിശദീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ആ ഉമ്മയുടെ വലിയ ഒരു സംഭവം ഈ കിതാബിൽ വിശദീകരിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ കാനത്ത് തഖീതു ശൈഅൻ ഫീ വഖ്തി സഹർ, അത്താഴ സമയത്ത് എന്തോ ഒരു വസ്തു തുന്നിയോണ്ടിരുന്നു, ഒരു വസ്തു തുന്നിയോണ്ട്. അപ്പോഴാണ് ഈ തുന്നൽ സൂചി കീഴ് മുത്തു ലൈറ്റ് അങ്ങ് കെട്ടുപോയിട്ട് സൂചി കാണ്ടില്ല. ഫദഖല അലൈഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്നിട്ടാണ്. വന്നപ്പോ ഫഅളാഅൽ ബൈതു ബിളൗഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര പ്രകാശം. ആ പ്രകാശം കൊണ്ട് അവ മൊത്തം പ്രകാശിച്ചിട്ട് ഭയങ്കര പ്രകാശം. അൻത ശംസുൻ അൻത ബദറുൻ അൻത നൂറുൻ ഫൗക നൂർ, വെളിച്ചത്താട്ടിമേൽ വെളിച്ചമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ റളിയല്ലാഹു അൻഹായുടെ സൂചി പോകുന്നത് കണ്ടില്ല, തേടുമ്പോ കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ നല്ല വെളിച്ചാണ്. ആ വെളിച്ചത്തിൽ സൂചി കണ്ടെത്തി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലും, മാ അല്ലാഹ വജ്ഹക യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മുഖത്ത് എന്തൊരു വെളിച്ചാണ്, എത്ര പ്രകാശമാണ്, ഭയങ്കര പ്രകാശം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, വൈലുൽ ലിമൻ ലാ യറാനി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിന്റെ കാണാത്ത ആൾമാർക്ക് നാശാണ്ട്. അപ്പൊ ചെന്നു നിങ്ങളുടെ മുഖത്ത് എന്തൊരു ചന്താൻ ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിക്രിയ, നന്റെ ഈ പ്രകാശിക്കുന്ന മുഖം കാണാത്തങ്കല്ലേ നാശം. ആയിഷ ബീവി കേൾക്കുന്നു, ഒമൻ ലാ യറ, നിങ്ങളെ കാണാത്ത ആൾ ആരാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, അൽ ബഖീൽ, നന്റെ കാണാത്തവന് ബഖീലാണ്. ബഖീലും ചെന്ന് പൈസ കൊടുക്കാത്തവന് ബഖീൽ എന്നങ്ങ് ചൊല്ല, അതല്ല, അതിരാറ്റി വലിയ ബഖീൽ ആരാണ്? ഒമനിൽ ബഖീൽ, ബഖീൽ ആരുണ്ട് കേൾക്കുക ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പൊ മറുപടി, അല്ലദീ ലാ യുസല്ലി അലയ്യ ഇദാ സമിഅ ബിസ്മി, നന്റെ പേര് കേൾക്കുമ്പോ സലാത്ത് ചെല്ലാത്തവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബഖീൽ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പാട്ടിട്ടുണ്ടാണ്. അപ്പൊ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേൾക്കുമ്പോ ഒരാൾക്ക് സ്വലാത്ത് ചെല്ലുടെ സൗഭാഗ്യം കിട്ടില്ലാണ്ടായെങ്കിൽ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബഖീൽ. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു ഉജ്റ റളിയല്ലാഹു അൻഹു അയാൾ വിശദീകരിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനത്തെ മിമ്പർ 3 സ്റ്റെപ്പുണ്ട്. മിമ്പർ ഒന്നാമത്തെ സ്റ്റെപ്പിൽ വെത്തിട്ട് ആമീൻ ചൊല്ലും, രണ്ടാമത്തെ സ്റ്റെപ്പിൽ വെത്തിട്ട് ആമീൻ ചൊല്ലും, മൂന്നാമത്തെ സ്റ്റെപ്പിൽ വെത്തിട്ടും ആമീൻ ചൊല്ലും. അപ്പൊ സഹാബത്തിന് ഒരു വിചിത്ര അനുഭവം, ഇങ്ങനെ ആക്കളില്ലല്ലേ, സ്റ്റെപ്പ് നേരെ പത്തിട്ട് പോണ്ടേ. ഇത് 3 സ്റ്റെപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 ആമീൻ ചൊല്ലുന്നു. അപ്പോഴാണ് സ്വഹാബത്ത് കേൾക്കാറ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരു അത്ഭുതത്തെ നിങ്ങളെ മൊത്തത്തെ ഞങ്ങൾ കണ്ടേ, എന്താണ് അതിന് കാരണം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അറദനി, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഓരോ സ്റ്റെപ്പ് എത്തുമ്പോൾ ഒരു ദുആ, മൻ അദറക റമദാൻ, ഒരാൾക്ക് റമദാൻ മാസം കിട്ടി, എന്നിട്ട് ഫലം യുഗ്ഫർ ലഹു, അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടില്ലാണ്ടായെങ്കിൽ അവൻ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ദൂരാവട്ടെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ. ഇപ്പൊ റമദാൻ ചൊല്ല ഏറ്റവും നല്ല അവസരം കിട്ടിയിട്ടും അവൻ സമായില്ല, അതിലവൻ യൂസാക്കില്ലാണ്ടായെങ്കിൽ പിന്നെ അവൻ സമാവുകയില്ലാണ്ട് അതിനർത്ഥം. അപ്പൊ ഞാൻ ചൊന്ന ആമീൻ ദുആർന്നതാണ് ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ ചെന്ന്. അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പ് വത്തിട്ടാകുമ്പോ വേറൊരു ദുആ, ആ ദുആ എന്തിനും ചൊന്നെങ്കിൽ ഒരാളെ മുട്ട നിന്റെ പേര് കേട്ടു, പക്ഷേ അവൻ നിന്റെ മേൽ നിങ്ങളെ പേര് ഒരാളെ മുട്ട ചൊന്നു, നിങ്ങളുടെ മേൽ അവൻ സ്വലാത്ത് ചൊന്നുള്ളാണ്ടായെങ്കിൽ അവനും അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ദൂരാവട്ടെ. അപ്പൊ ഞാൻ ചെന്ന ആമീൻ. മൂന്നാമത്തെ സ്റ്റെപ്പ് പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദുആ, ഒരാൾക്ക് വയസ്സായ ബാപ്പവും ഉണ്ടു, പക്ഷെ ആ ബാപ്പ ഉമ്മയുടെ കാരണം കൊണ്ടോ സ്വർഗത്തിൽ പോകായില്ല, അഥവാ അങ്ങനെ ഖിദ്മത്താക്കില്ല.
എങ്കിൽ അവനു അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ദൂരാവട്ടുണ്ടാണ് ദുആ. ഖുൽതു ആമീൻ, അപ്പോഴും ഞാൻ ആമീൻ ചൊന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 3 ആമീൻ ചൊല്ലുകൊണ്ടുള്ള പ്രധാനമായ കാരണമാണ് വിശദീകരിക്കല്. അതിൽപ്പെട്ട ഒന്നാണ് നന്റെ പേര് കേൾക്കുമ്പോഴത്തെ സ്വലാത്ത് ചെന്നില്ലാണ്ടായെങ്കിൽ അവൻ അള്ളാഹുടെ റഹ്മത്തിനെ തൊട്ട് ദൂരാവട്ട്. അപ്പൊ ഈ സ്വലാത്തിന്റെ മഹത്വം മനസ്സിലാക്കണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഒരു മുഅ്മിനായ ആളുകൾ അള്ളാഹു കൊടുക്കുന്ന സൗഭാഗ്യമാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ എല്ലാ സമയത്തും അവന്റെ വായിൽ ഇങ്ങനെ സ്വലാത്ത് വന്നുകൊണ്ടേയിരിക്കും. അമ്മസ്സലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുംഹാ ബിഹൽ ആകാമു. ഒരാൾക്ക് സ്വലാത്ത് ചൊല്ലുന്ന സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടായെങ്കിൽ ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നത് കാരണമാണ്. വബിഹാ യനാലുൽ മർഉ ഇസ്സ ശഫാഅത്തിൻ യുംബി ബിഹൽ ഇഅ്സാസു വൽ ഇക്റാമു. നാളെ ആഖിറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് അവർക്ക് കിട്ടും. അതുകൊണ്ട് നീ എന്താക്കണമെന്ന് കുല്ലി സ്വലാത്തി അലൻ നബിയ്യി മുലാസിമ ഫസലാത്തുഹു ലക ജന്നത്തും വസലാമു. എല്ലാ സമയത്തും നീ അങ്ങ് സ്വലാത്ത് ചെന്നുകൊണ്ടേയിരിക്കുന്നു. ആ സ്വലാത്ത് അത് ജുന്നത്താണ്. അത് എന്തിനും ചൊന്നെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ ആണ്. നാളെ ആഖിറത്തിൽ പോകുമ്പോൾ ആഖിറത്തിൽ മലായികത്ത് നിന്റെ ശിക്ഷിക്കുകയാവില്ലേ, നരകത്തിൽ ഇടുകയാവില്ല. എന്റെ ചൊന്നെങ്കിൽ ഇത് വലിയ പ്രൊട്ടക്ഷൻ ആയിട്ട് നിന്റെ എതിർകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തുണ്ടാണ് മഹാന്മാർ പരിപാടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിൽ ഇത്രയും വലിയ പവർ ഉണ്ട്. സ്വലാത്ത് ധാരാളം, എത്രമോ പദങ്ങൾ സ്വലാത്ത്, ലക്ഷക്കണക്കിൽ പദങ്ങൾ ഇമാമിങ്ങൾ എണ്ണിടാറ്. സാദത്തുദാരൈനി ചൊല്ല കിതാബ് യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു. ആ കിതാബ് എന്റെ കയ്യിലില്ല, അതിന്റെ PDF നോക്കുക ആവാത്തത് കൊണ്ട് അതിൽ കുറെ വിഷയങ്ങൾ ചൊല്ലും, സ്വലാത്ര മഹത്വങ്ങൾ. കിതാബിനെ കറക്റ്റ് നോക്കുവോ, അത് നോക്കിയെങ്കിൽ വിശാലമായ എന്തെല്ലാം മഹത്വങ്ങളാണ് അതിൽ യൂസുഫ് നബഹാനി റളിയല്ലാഹു വിശദീകരിക്കും. അപ്പൊ സ്വലാത്തിൽ ചെമ്മ പദങ്ങൾ ഇന്നെങ്കിലും അതിൽ ഏറ്റവും മഹത്വമുള്ള സ്വലാത്ത് ഏത്? ഇങ്ങനെ ഒരാൾക്ക് അഫ്ളലായ സ്വലാത്ത് ഏതാണ്? ഏറ്റവും പവറുള്ള സ്വലാത്ത് അസ്സലാത്തുൽ ഇബ്രാഹിമിയ. ആ സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലും. അഥവാ അത്തഹിയാത്തുൽ ഓതുന്ന സ്വലാത്ത് ഉണ്ടല്ലേ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ ബാരക്ത അലാ ആലി ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ് ചൊല്ല്. ഈ സ്വലാത്ത് വേറെ വേറെ റിപ്പോർട്ടിൽ വന്നത്, അതും സംഗ്രഹത്തിൽ. പക്ഷെ സ്വലാത്തിന്റെ കൂട്ടത്തിൽ അഫ്ളലായ വളരെ മഹത്വമുള്ള സ്വലാത്താണ് അസ്സലാത്തുൽ ഇബ്രാഹിമിയ. ഈ സ്വലാത്ത് ധാരാളം ചൊല്ലാം, അത് ഏറ്റവും വലിയ പവറാണ്. അതല്ലാത്ത ചെമ്മ സ്വലാത്തുകളോട്, ചെറിയ ചെറിയ പദങ്ങളോട്, വിശാലമായ പദങ്ങൾ. സാധാരണ വില്യാസരണ്ട് ചൊല്ലുന്ന സ്വലാത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഇത് ഞങ്ങളെ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഉള്ളാത്തങ്ങൾ AP ഉസ്താദ്, MA ഉസ്താദ് അതെല്ലാവരും ഇജാസത്ത് കൊടുത്തുകൊണ്ടിരുന്ന സ്വലാത്താണ് ഈ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. സ്വലാത്ത് ചെല്ലുമ്പോൾ സലാമും കൂടി ചെല്ലുന്നുണ്ടാണ്, അതപ്പോ സമ്പൂർണ്ണമാവും. അപ്പൊ ഇതിൽ സ്വലാത്തുണ്ട്, സലാമുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് മേലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരുടെ മേലുണ്ട്. അപ്പൊ എല്ലാം അതിൽ ബത്ത്. അതുകൊണ്ട് ഏറ്റവും നല്ല സ്വീക പദാണ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതുപോലത്തെ ജമ്മ സ്വലാത്തുണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ ഷോർട്ടായ സ്വലാത്ത്. ഇത് പണ്ട് മുതൽ ഞങ്ങളെ ഉലമാ ആലിമീങ്ങൾ എല്ലാ പക്കത്തുള്ള സ്വലാത്താണ്, എല്ലാവർക്കും പരിചയമുള്ള സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് ചെല്ലുമ്പോഴും അവിടെ സയ്യിദിന കൂട്ടി ചെല്ലൽ നല്ലതുണ്ടാകുള്ളൂ. ഹദീസിൽ വന്നവിടെ സയ്യിദിന കൂട്ടണമെന്നില്ല, അങ്ങനെ ചെല്ലാം. അല്ലാത്ത ഏത് സ്വലാത്തിനോടെയും സയ്യിദിന ചൊന്നിട്ട് കൂട്ടാ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ്, യാ റസൂൽ, ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നീ സ്വലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബിൽ അയാൾ ഒരു സ്വലാത്ത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൽ ഹബീബിൽ മഹ്ബൂബി ഷാഫിൽ ഇലലി വമുഫർരിജിൽ ഖുറൂബി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ആ സ്വലാത്തിനെ പറ്റി അയാൾ ചൊല്ലുന്നു, ഞാൻ ബൈത്തുൽ മുഖദ്ദസ് പോയപ്പോൾ അവിടെ വലിയൊരു ഷെയ്ഖ് നക്ക് ഇജാസത്ത് തന്ന സ്വലാത്താണ്.
അയാളൊട്ടിಗೆ ഞാൻ ചെന്ന കുറെ ബേജാറുണ്ട്, ടെൻഷനുണ്ട്, പ്രയാസങ്ങളുണ്ട്, നീ കിട്ടണോ? അപ്പൊ അയാൾ നക്ക് ഇജാസത്ത് തന്ന സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഹബീബിൽ മഹ്ബൂബി ശാഫിൽ ഇലലി വമുഫർരിജിൽ ഖുറൂബി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അതിനർത്ഥമേ ഷാഫിൽ ഇലൽ രോഗത്തെ ശിഫയാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഫർരിജിൽ ഖുറൂബ് ടെൻഷന്റെ ഇല്ലാണ്ടാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഞാൻ സ്വലാത്ത് ചൊല്ലുക. അയാൾ അനുഭവം ചൊല്ലു, ഞാൻ അങ്ങനെ ആ സ്വലാത്ത് ചെന്നേ എന്റെ ടെൻഷൻ പോയിട്ട് മാത്രമല്ല, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിലായിട്ട് യാറെ നത്ത് കിട്ടിയിട്ട് സയ്യിദുനാ യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു വിശദീകരിക്കും. അപ്പൊ അങ്ങനെ സ്വലാത്ത് വ്യത്യസ്തമായ ശീലങ്ങൾ മഹാന്മാർ വഴിപാട്ടാണ്. അതുപോലെ നാരിയത്തു സ്വലാത്ത് കൊണ്ടുപോകും. ഈ പോലെ പിന്നെ പ്രതിഫലം കിട്ടുന്ന സ്വലാത്താണ് നാരിയത്തു സ്വലാത്ത്. 4444 നാരിയത്തു സ്വലാത്ത് ചെന്നെങ്കിൽ അവന്റെ ആവശ്യങ്ങൾ ഒഴിപ്പിക്കിട്ട് അനുഭവ സഹിത ഇമാമിയങ്ങൾ കിതാബിൽ എഴുതിയിട്ടുണ്ടാകും. നാരിയത്തു സ്വലാത്ത് നാറും ചെന്നെങ്കിൽ അതിനർത്ഥം തീ പോലെ അത്രയും സ്പീഡ് ഫലം കണ്ടതാണ് ഈ ചൊന്ന അസ്വലാത്തുൽ നാരിയ. അതുപോലെ സ്വലാത്തുൽ താജ് ഏറ്റവും നല്ല സ്വലാത്താണ് സ്വലാത്തുൽ താജ്. അത് നീണ്ട സ്വലാത്ത്, അതൊരാൾ കാണാപാടാക്കിയിട്ട് ചൊല്ല കഴിക്കാൻ വേണ്ടിയ നസീബാണ്. എന്ത് ചോദിച്ചെങ്കിൽ സ്വലാത്തുൽ താജിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഭയങ്കര മദഹാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ സാഹിബിൽ താജി വൽ മിഅറാജി വൽ ബുറാഖി വൽ അലം ദാഫിഇൽ ബലാഇ വൽ വബാഇ വൽ ഖഹ്തി വൽ മറദി വൽ അലം ഇസ്മുഹു മക്തൂബുൻ മർഫൂഉൻ മശ്ഫൂഉൻ മൻഖൂസുൻ ഫിൽ ലൗഹി വൽ ഖലം സയ്യിദുൽ അറബി വൽ അജം ജിസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ ഫിൽ ബൈതി വൽ ഹറം شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الامم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجود سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المشتاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين رضي الله عنهما مولانا ومولى الثقلين أبي القاسم سيدنا محمد صلى الله عليه وسلم ابن عبد الله رضي الله عنه نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. ഇത് നീണ്ട ഉദ്ധത്ത സ്വലാത്ത് വരെ അതിൽ എത്രയാണ് മഹദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടിയെ വെച്ച് പറഞ്ഞാൽ ഇസ്മുഹു മുഖദ്ദസുൻ മുഅത്തറുൻ മുതഹ്ഹറുൻ മുനവ്വറുൻ ഫിൽ ബൈതി വൽ ഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടി നല്ല സംശുദ്ധമാണ്, നല്ല സുഗന്ധമാണ്, നല്ല പ്രകാശിക്കുന്നതാണ്. ഇങ്ങനെ തടിയെ വെച്ച് വർണ്ണനാക്കിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിം. ജിബ്രീൽ ഖാദിമുഹു. ഇനി അതിനാട്ടി അപ്പുറത്തെ മഹദ് ചൊല്ലില്ല. ജിബ്രീൽ അലൈഹിസ്സലാം എത്ര വലിയ ആളാണ്, അത്ര വലിയ ആള് ആരെ ഖാദിമോ കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്, സർവന്റാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ അത് കാണാപ്പാടാക്കിയിട്ട് ചെല്ല സാജു സ്വലാത്ത് അത് വലിയ പവറുള്ളതാണ്. അതുപോലെ ചെമ്മ സ്വലാത്തുകളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് സ്വലാത്തുൽ ഫാത്തിഹ്. സ്വലാത്തുൽ ഫാത്തിഹ് ഫാത്തിഹ് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഫാത്തിഹ് ചെന്ന ഓപ്പൺ ആക്കുന്ന സ്വലാത്ത്, ഓപ്പൺ ആക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മിഫ്താഹുൽ ഫുതുഹാത്തി സയ്യിദി. ലോകത്തെ എന്തെല്ലാം വിജയങ്ങളുണ്ട് എല്ലാത്തെ താക്കോലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1000ഓളം പേരുണ്ട്. ഇമാം ജസൂരി റളിയല്ലാഹു അൻഹു ദലായിലുൽ ഖൈറാത്തിൽ 201 പേര് കണക്കാക്കുന്നു. ആ 201 പേര് എപ്പെങ്കിലും ഓതിട്ട് ഓരോ പേരുടെ മുന്നിലും സ്വലാത്ത് ചെല്ലാം. മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം, അഹ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മിഫ്താഹും സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിഹും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തിന്നിട്ട് 201 പേര് ഓതിട്ട് തവസ്സുലാക്കിയിട്ട് കിട്ടുന്ന ഗ്യാരണ്ടി സംശയമേ ഇല്ല. മദീനത്തിൽ നിന്ന് പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാബു സലാമിലൂടെ സലാം ചൊല്ലുമ്പോൾ റൈറ്റ് സൈഡിലെ മതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചൊന്ന പേരിൽ എഴുതി വെച്ചിരുന്നു. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വകി ചെന്നത് മിഫ്താഹാണ്, അത് താക്കോലാണ്, ഫാത്തിഹാണ്. ഫാത്തിഹിൽ ചൊല്ലിയെങ്കിൽ തുറക്കടലിക്കത്ത ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സ്വലാത്തുൽ ഫാത്തിഹ് അത് വലിയ പവറുള്ള സ്വലാത്താണ്.
സ്വലാത്തുൽ ഫാത്തിഹ ചെന്ന് മന്ത്രിച്ചിട്ട് വിഷം ഇറക്കിയെത്ത ആത്മാ അടുത്ത് വരെ ഞങ്ങളുടെ സമസ്തത്തെ അടിമീങ്ങളിൽ വരെ അങ്ങനത്തെ മഹാന്മാരിന്നാരും ഞാൻ ചോദ്യം കേട്ടു. വിഷം കടിച്ചപ്പ പാമ്പ് കടിച്ചപ്പ സ്വലാത്തുൽ ഫാത്തിഹ ഓതിട്ട് ആ തണ്ണി കൊടുത്തപ്പ വിഷം അങ്ങ് ഇറങ്ങിപ്പോയിട്ടാണ് മഹാന്മാരുടെ സംഭവം. സ്വലാത്തുൽ ഫാത്തിഹയുടെ പൗരത്രയാണ് സ്വലാത്തുൽ ഫാത്തിഹ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അതെന്ന് വാങ്ങി കൂലി കിട്ടു ഇത് കിട്ടാനാണ് വാങ്ങി സദസ്സിൽ വാങ്ങിയെങ്കിൽ വെച്ച കൂലി കിട്ടു ഈ ചൊല്ലതെന്ന് കിട്ടാറ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇത് വേറെ വേറെ പദങ്ങൾ വേറെ വേറെ റിപ്പോർട്ടിലേക്ക് ഈ സ്വലാത്ത് വലിയ പവർ ഉണ്ടോ? ഉദ്ഘാടനാക്കയുടെ സ്വലാത്താണ്, ഓപ്പൺ ആക്കയുടെ സ്വലാത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ എന്തെല്ലാം ബന്ധായി കിടന്നറ അതെല്ലാം ഓപ്പൺ ആക്കുക ഒരേ ആൾക്കാണ് സാധ്യ. അത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രം. അതിനാട്ടി അപ്പുറത്തെ ഒരാളില്ല. അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ മുന്നൽ കഴിഞ്ഞതുക്കെല്ലാം സീൽ വെക്കുന്ന അവസാനത്തെ ആളാണ്. അഥവാ ഇത് ഖാതിമുൻ നബിയിനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനത്തെ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലാ മർക്കസുൽ ഉസ്താദ് മൗലിദുൽ ഹുസ്നൈൻ ചൊല്ല കിതാബിൽ അൽ ഹുസ്നൈൻ രണ്ട് സൗന്ദര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാഹ്യമായ സൗന്ദര്യവും ആന്തരികമായ സൗന്ദര്യവും അത് രണ്ടും കിതാബിൽ മൗലിദുൽ ഹുസ്നൈൻ ഞങ്ങളുടെ ദർശനാണ് ഖത്മാക്കും മുത്താലിമിയെ ഖത്മാക്കിക്കൊണ്ടുള്ളത്. അപ്പോൾ ഡെയിലി ഒരു ഹദീസ് ഓത് മൗലിദുൽ ഹുസ്നൈൻ 30 ജുസ് ഉണ്ട്. 30 ജുസ് ഒരു നാൾ ഒരു ജുസ് ഓതിട്ടാകുമ്പോൾ 30 നാൾ അത് ഖത്മായി. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാഹ്യമായ സൗന്ദര്യത്തെ വർണ്ണിച്ചിട്ടുള്ള മൗലിദ്, അതുപോലെ ആന്തരിക സൗന്ദര്യമായ സ്വഭാവം فهو الذي تم معناه وصورته ثم اصطفاه حبيبا بارئ النسب മുസ്ലിം എന്നപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാഹ്യവും ആന്തരികവും സമ്പൂർണ്ണമാണ്. അവ ഇതിരെ പൂജ്യത്ത മൗലിദാണ് മൗലിദുൽ ഹുസ്നൈൻ. അബ്ദുൽ ബഷീർ സഖാഫി പിലാക്കൽ ചൊല്ലാനാണ് ആ മൗലിദിന്റെ. ആ മൗലിദിന്റെ മുൻനുടി 3-4 പേജുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രമാത്രം സ്വപ്നം കണ്ടതിനെ പറ്റി അയാൾ അതിൽ ചൊല്ലും. അയാൾ കുത്ത് സ്വപ്നം കണ്ടതിനെ പറ്റി അതിനെ പറ്റി കൂടെ ചെല്ലുണ്ട്. ക്ലാസ്സിൽ സമയമില്ല, കുറേ വിഷയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് അനുഭവിച്ച ഇങ്ങനത്തെ മഹാന്മാർ അയാൾ സ്വന്തം അനുഭവിച്ചിട്ട് അതിൽ എഴുതും. അതുകൊണ്ടാണ് ആ മൗലിദ് അത്ര പവർ. അപ്പൊ അയാളോട് ഈ സലാത്തിന് ഇജാസത്ത് കേട്ടപ്പ അയാൾ ഈ സലാത്ത് അയാളെ കിതാബിന്റെ ലാസ്റ്റ് ദുആത്തോടെ നോക്കിയ ഈ സലാത്ത് ഇതേ പദത്തിലാണ് ഉള്ളത്. വന്നാസിരിൽ ഹഖ്ക ബിൽ ഹഖ് അങ്ങനെയും അതിന്റെ റിപ്പോർട്ടെല്ലാം ഉണ്ട്. പക്ഷെ അയാളെ കിതാബിന്റെ ലാസ്റ്റിൽ ഈ ചൊന്ന സലാത്തിന് ഞാനിപ്പോ ചെന്നല്ലേ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അങ്ങനെ അപ്പോൾ ഞാൻ കേട്ട വേറെ റിപ്പോർട്ടിൽ അതിൽ ഉണ്ടല്ലേ. അപ്പൊ അയാൾ ചോദിച്ചു നിങ്ങൾ ഈ സലാത്ത് ചൊല്ലുന്നത് ഇജാസത്ത് തന്നു. എന്നിട്ട് അയാൾ ചോദിച്ചു ഇത് നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കണ്ടെങ്കിൽ സയ്യിദ് തങ്ങൾ നക്ക് തന്ന ഇജാസത്താണ്. അതുകൊണ്ട് ഈ പദമേ നിങ്ങൾ ചെല്ലണോ അതാണ് എന്റെ കിതാബുകളുടെ ലാസ്റ്റിൽ ചേർത്തിരേട്ട്. അപ്പൊ അങ്ങനത്തെ ആൾമാരുണ്ടാകുന്നുണ്ട് നങ്കളുടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അപ്പൊ ഇങ്ങനെ സ്വലാത്തുകൾ ധാരാളം കടൽ തീരുവ് പറ്റിയെങ്കിലത്തെ സ്വലാത്തുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ചെന്ന സ്വലാത്ത് ആ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാകിറൂൻ വസല്ലി അലാ മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻഹുൽ ഗാഫിലൂൻ. ഇങ്ങനെ ഒരു സ്വലാത്ത് ഷാഫി ഇമാമുടെ അയൽ പിന്നെ ഷാഫി ഇമാം വഫാത്ത് ആയൽ പിന്നെ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ കാണും. സ്വപ്നത്തിൽ കണ്ടപ്പോ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേൾക്കിട് ഷാഫി ഇമാമുക്ക് നീ എന്തിര ഗുണാക്കിയാറ് ഷാഫി ഇമാമുക്ക് നീ എന്തിര കൊടുത്താറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാ യുഹാസിബഹു ഷാഫി ഇമാമുക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്തിര കൊണ്ടുള്ള അല്ലാഹുവോട് ചെന്ന്
ഷാഫി ഇമാമോട് നീ വിചാരണ ഹിസാബ് എടുക്കണ്ട, ഷാഫി ഇമാമുടെ ഹിസാബ് എടുക്കണ്ട. കാരണം ഷാഫി ഇമാം അത്രയും വലിയ ആളല്ലേ. ഷാഫി ഇമാമുടെ വിചാരണ നീ സുലഭാക്കണോണ്ട അല്ല, ഷാഫി ഇമാമുടെ വിചാരണമേ നീ ആക്കണ്ടാണ്ട. അള്ളാഹുറൊട്ടിയും ഞാൻ ചെന്നേ. കാരണം ദീനിന് വേനായി അത്രയും ഹിദമത്താക്കിയ ആളാണ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. 54 വർഷമാണ് ചേച്ചി. എത്രയാണ് രോഗം. ഷാഫി ഇമാമുക്ക് മൂലത്തെ രോഗിട്ടുണ്ടാണ്. നടക്കും വലിയ റോഡിലെല്ലാം ചോര ഇങ്ങനെ പോകേണ്ടി അങ്ങനത്തെ സീക്കാണ് രോഗം കാറ് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമുടെ വകയാണ് ഞാൻ ചെന്ന മിസ്രിൽ പോകണം, ഈജിപ്ത് പോകണം, സ്വർഗത്തെ മണം പേരുണ്ടായെങ്കിൽ ഒമൻ റീഹൽ ജന്നത്തിൽ യൗമ ഫല്യസു റീഹൽ ഇമാം ഷാഫിഈ മുഹമ്മദി. ഈ സെക്കൻഡിൽ സ്വർഗത്തെ മണം പേരുണ്ടായെങ്കിൽ നേരെ പോയി ഈജിപ്ത് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അയാൾക്ക് നീ എന്ത് പിന്നെ കൊണാക്കിയാറ് കുറെ പ്രവർത്തനങ്ങൾ ദുനിയാവിൽ ആക്കിയില്ല. എന്തെങ്കിലും ചൊന്നെങ്കിൽ പടച്ചോണ്ട് വേനായിട്ട് മാത്രം അങ്ങനത്തെ ആൾമാർക്ക് ഒരു പ്രതീക്ഷയ്ക്കും പടച്ചോന്റെ മുട്ട ചെല്ല ഞാനിങ്ങനെ ആക്കിയല്ല റബ്ബേ. അത് നീയത്ത് വെച്ച് ചേഞ്ച് ആയെങ്കിൽ അവിടെ ചെല്ലോ ആവില്ല, ധൈര്യക്കില്ല. എന്തേ അത് അള്ളാഹുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലു, നാളെ ചെമ്മ ആൾമാർ ആഖിറത്തിൽ പണ്ട ബർമ്പ അങ്ങളെ ബാക്ക് നോക്കിയും കൊണ്ടല്ലേ കണ്ടെയ്നർ കണക്ക് ലോഡുണ്ട്. എന്തൊരു അമൽ അത്ര ഉണ്ട്. തിഹാമത്തെ വലിയ വലിയ പർവ്വത പോലത്തെ അമലാണ്. അങ്ങനെ കിലോമീറ്റർ കണക്കിൽ അമല് വേറെ മനുഷ്യന്മാരില്ല. അത്ര അമൽ അത് പുറത്തോട്ടാ പണ്ട്. പക്ഷെ പടത്തോന്റെ മുട്ട എത്തിയിട്ടാണ് ഇങ്ങനെ ഒരു ഊർത്താണ്. അതിങ്ങനെ ദൂൾ പോലെ ആയിട്ട് പോയിട്ട് ഇത്ര വലിയ പർവ്വതോണ്ടല്ലേ അത് ഹബാം മൻസൂറ എന്തില്ല. എന്തുകൊണ്ട് ചെന്നെങ്കിൽ ദുനിയാവൂരി ആക്കിയ സ്വറയെല്ലാം ആർക്കോ വേണായിട്ടാണ് ആക്കിയത്. ഷഹീദായ ആൾ പടച്ചോന്റെ മുമ്പ് ഷഹീദായ ആൾ കൊണ്ടിട്ട ഷഹീദാവോടെ ചെന്ന് സുലഭമോ യുദ്ധ രണാങ്കണത്തിൽ പോയിട്ട് മരിക്കും. അപ്പൊ നാളെ ആഖിറത്തിലെത്തിട്ടാകുമ്പോ അയാൾ ചൊല്ലേ ഞാൻ ഷഹീദായിട്ടില്ല റബ്ബേ, നക്ക് സ്വർഗ്ഗമില്ലേ നിനക്ക് അമൽ. അപ്പൊ അള്ളാഹു ചൊല്ല എല്ലാം കറക്റ്റ്, നീ ഷഹീദായ എല്ലാം ഒക്കൂ. പക്ഷെ നീ എന്തിനു ഷഹീദായില്ല അത് കൊണ്ടുള്ള നക്കുവിനേക്കല്ല. ഷഹീദായതും യുദ്ധ രണാങ്കണത്തിൽ പോയതും നിന്റെ വകെ ചൊല്ലുക വലിയൊരു ഷഹീദുവാവാ. അങ്ങനെ ചെല്ലുകയാണ് മരിക്കുമ്പോ വരെ അങ്ങനെ ഒരു പ്രസക്തി കിട്ടണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നീ പോയല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു അമൽ ആറാക്കിയാണ്. അതാണ് ഞാൻ കുറെ ഇതേപറ്റി അധ്യയനാക്കിയ റബ്ബേ അത്ഭുതമാണ്. എന്തിന് പടത്തോന്റെ ഉദ്ദേശം അല്ലാത്തൊരു ഉദ്ദേശം ബന്തുണ്ടായി അവിടെ കലങ്കായിട്ടായി എന്റെ പേരെന്ത് ചൊന്നില്ല ചൊന്നിട്ടു മനസ്സിൽ നല്ലത് ബന്തുണ്ടായി അവിടെ അത് കലങ്കായിട്ടാകുമ്പോ അത്ര സുലഭമില്ല അത് സ്വീകരിക്കും. ചെന്ന ഷഹീദിന്റെ വയ്ക്ക വരെ ചൊന്നത് നീ എന്തിനാണ് ഷഹീദായിട്ട് കൊണ്ടുണ്ട അത് നന്റെ വയ്ക്ക ഷഹീദും ചൊല്ലണുണ്ടല്ലേ. അത് പണ്ട് നിന്റെ അനുസ്മരണ സംഘം ഉണ്ടാക്കിയതാണ്. നീ മരിച്ചപ്പോ അവിടെ എല്ലാ ചെന്നറ ഔട്ടർ വൃത്തികൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാവരും വന്നറാറ് വന്നിട്ട് അവിടെ ചൊന്നിട്ട് അത് തീന്നിട്ടായിട്ട് ഇവിടെ വരണ്ടാണ് ഭാവത്തിലുള്ളതാണ്. എന്തുകൊണ്ട് ദുനിയാവിൽ ആക്കിയ അമലുകൾക്ക് ഈ ഒരു ലക്ഷ്യം ഞാൻ ഇങ്ങനെ ആക്കിയെങ്കിലും ഇങ്ങനത്തെ ഒരു ലക്ഷ്യമുണ്ടോ ഇതല്ല പേര് തെറ്റ്. ഇത് ബന്ത പൊയ്ത്തവിടെ അത്ര പേര് പണിയുണ്ട്. അമൽ വളരെ പ്രൊട്ടക്ഷനോടെ അള്ളാഹുടെ. അപ്പൊ ഇവിടെ ചെന്നത് ഷാഫി ഇമാമുക്ക് അങ്ങനെ ചൊല്ലുക അധികാരമുണ്ട്, ഹിസാബില്ലാണ്ട് സ്വർഗത്ത് പോകുക. കാരണം അങ്ങനെ അമൽ ലില്ല അല്ലാത്ത പഠിത്തമല്ലാത്ത ഒരു ചെറിയ ചാഞ്ചൽ ഒന്ന് പോലും വന്നിട്ടേ ഇല്ല. അതിന് തെളിവാണ് 1000 വർഷം കഴിഞ്ഞിട്ടും ഷാഫി ഇമാമുടെ വകെ ഈ പള്ളിയിൽ എത്തിയിട്ട് നമ്മൾ ചൊല്ലുമ്പോഴുള്ള ലോകത്തുള്ള എല്ലാ ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു വകെ ചൊല്ല എന്തെങ്കിലും ചൊല്ലിയെങ്കിൽ അങ്ങനെ ഇഖ്ലാസാണ്. അങ്ങ് അള്ളാഹുവിനായിട്ട് മാത്രം പണിയെടുത്താറ്. അപ്പൊ അങ്ങനത്തെ ആൾമാർക്ക് ചെല്ലാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുയുടെ വകെ താരിഖുൽ ഖുലഫാഇൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചൊല്ല് ഖബറിൽ പോയപ്പോ മുൻകർ നക്കീർ അലൈഹിസ്സലാം അങ്ങനെ ചോദ്യം കേൾക്കുന്ന മർറബ്ബുക അല്ലെ മർറബ്ബുക വമാ ദീനുക വമൻ നബിയുക ഇങ്ങനെ ചോദ്യം കേൾക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ആൻസർ ആക്കിയില്ലാണ്ട. ഉമർ റളിയല്ലാഹു അൻഹു അപ്പുറം ചോദ്യം കേട്ടത് അങ്ങ് ചോദ്യം കേൾക്ക അത്ര വലിയ അധികാരമുണ്ട് പൗരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കേട്ടത് അന്തുമാമിൻ റബ്ബിക്കുമാ നണ്ടൊട്ടിങ്ങ നിങ്ങൾ മർറബ്ബുകാണ് കേൾക്കാറല്ലേ. നിങ്ങൾ രണ്ടാളും നിങ്ങൾ റബ്ബ് കത്തിറ്റമാ വന്നിരേണ്ടി കേൾക്കുണ്ടാ. അങ്ങനെ കേട്ടപ്പോ പിന്നെ ചോദ്യം ഇല്ല. നിന്റെ ചോദ്യം മുൻകർ നക്കീറിനെ നോക്കിയിട്ടുണ്ടാണ്, നക്കീർ മുൻകറിനെ നോക്കിയിട്ട് അലൈഹിസ്സലാം. ഇത് ആറ് ഭാവം ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലല്ലേ ഇതാറ്. അപ്പൊ അതാ ഉമർ, ഇത് ഉമറാണ് ചെന്നപ്പോ അങ്ങ് രണ്ടാളും തിരിച്ചു പോയാറുണ്ടാണ് ഇമാം. പിന്നെ ഏതോ ഒരാൾ സ്വപ്നത്തിൽ കണ്ട സംഭവം ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ടു. സുയൂത്തി ഇമാം ചെന്നതിന് നമുക്ക് തെളിവാണ്. സുയൂത്തി ഇമാം വിശദീകരിച്ചു. അങ്ങനെ ചെമ്മ ഇമാമിയങ്ങൾ അങ്ങനെ
ചൊന്നയ്ക്കത്തെ അനുഭവങ്ങളെല്ലാം ഉണ്ട്. മുക്കർ നക്കീർ അലി മസലാം വന്നപ്പ ഞാൻ ചൊന്നത് ഇങ്ങനെ ചൊല്ലുള്ള അധികാരങ്ങൾ കിട്ടുന്നുണ്ടായെങ്കിൽ ദുനിയാവിൽ അങ്ങനെ അമലെല്ലാം ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ വെറുതെ ചൊന്നതല്ല, അത് അക്ഷരാർത്ഥത്തിൽ മനസ്സുകൊണ്ട് ചൊന്ന ആൾമാരാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാനിപ്പോ ചെന്നത് ഷാഫി മാമുദ് നിങ്ങൾ എന്തെങ്കിലും കൊണാക്കിലാറാണ് കേൾക്കുമ്പോ ഞാൻ അള്ളാഹുடைய ചെന്ന ഷാഫി മാമുടെ ഹിസാബിലാണ് സ്വർഗത്ത് കിടക്കുന്നു. എന്തേ ಅದಕ್ಕೆ ഷാഫി ഇമാം ചെമ്മ അമലാക്കിയത് അയൽപ്പെട്ട ഒരു സ്പെഷ്യൽ അമൽ എണ്ണിച്ചോത്തു. ഷാഫി ഇമാം ഇന്ന് വരെ ആരും ചൊല്ലാത്തങ്കത്തെ ഒരു സ്പെഷ്യൽ സ്വലാത്ത് നന്റെ മേലിൽ അയാളെ റിസാലാണ് ചൊല്ല കിതാബിന്റെ തുടക്കത്തിൽ ചൊല്ലൂ. അത് ഈ സ്വലാത്താണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കുല്ലമാ ദക്കറഹു ദാകിറൂൻ വസല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കുല്ലമാ ഗഫല അൻഹുൽ ഗാഫിലൂൻ. ഇങ്ങനെ ഒരു സ്വലാത്ത് ഷാഫി ഇമാം ചൊന്നതുകൊണ്ട് ഹിസാബില്ലാണ്ട് സ്വർഗത്ത് പോയിട്ടാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്ക തെറ്റെങ്കിൽ മുട്ട തെക്കരുത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പക്ക സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പുറത്ത്. ഫജാഅ റജുലുൻ യൗമൻ, ഇമാം സഖാവി റളിയല്ലാഹു അൻഹു ആണ് ഈ കിതാബിൽ ചൊല്ലു. ഒരു നാൾ ഒരാൾ വന്നപ്പോ അജ്ലസഹു അലൈഹി സ്വലാത്തു വസ്സലാം, അയാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദെപ്പാട്ടിത്ത് ബൈനഹുമ, രണ്ടാളെ ഇടയിൽ ദെപ്പാട്ടിത്തുണ്ടാണ്. കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിനിടയിൽ ആറ് ദക്കലില്ല സാധാരണ. പക്ഷെ ഈ വന്ന ആളെ കൂടെ നടുവിൽ ദെപ്പാട്ടിത്ത്. ഫഅജിബ സ്വഹാബത്തു മിൻ ദാലിക്, സ്വഹാബത്ത് അത്ഭുതമായിട്ട് ഇതെന്താ ഇങ്ങനെ. ഫലമ്മാ ഖറജ, അയാൾ പോയപ്പോ ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്തും താണി ഇതിലുള്ള എന്തൊരു ചൊന്തു, ഇയാൾ നന്റെ മേൽ സ്വലാത്ത് ചൊല്ലു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു വതർദാ ലഹു. ചെറിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു വതർദാ ലഹു. ഇങ്ങനെ ഒരു സ്വലാത്ത് ഇയാൾ ചൊല്ലു. അതുകൊണ്ട് ഞാൻ ഇയാൾക്ക് സ്പെഷ്യൽ ഒരു മഹത്വം ഉടനെ കൊടുത്തേണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നത് ഇമാം സഖാവി റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അപ്പൊ എങ്ങനെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു വതർദാ ലഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു വതർദാ ലഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു വതർദാ ലഹു. ഇങ്ങനെ ഒരു സ്വലാത്ത് അയാൾ ചൊല്ലു. അതുകൊണ്ടാണ് അയാൾക്ക് സ്പെഷ്യൽ മഹത്വം കൊടുത്തേട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ എപ്പോഴും 1000 സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേണ്ടി ചൊല്ലാണ്ടായെങ്കിൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അയാളെ തടി അള്ളാഹു നരകത്തെ മേലിൽ ഹറാമാക്കടാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ്. 1000 സ്വലാത്ത്. ഒരു റിപ്പോർട്ടിലുണ്ട് 500 സ്വലാത്ത് ഒരാൾ ചൊന്നാണ്ടായെങ്കിൽ ലം യഫ്തഖിർ അബദൻ, അയാൾ എപ്പോഴും ദരിദ്രനാവില്ലാണ്ടാണ് ഹദീസ്. സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട്, മൻ സല്ല അലയ്യ ഫീ യൗമിൻ അൽഫ മറ, മരിക്കടാട്ടി മുങ്ങൾ നാണ് സ്വർഗത്തിൽ എവിടെ നിൽക്കണേ ജാഗ റിസർവേഷൻ ഞാൻ എവിടെ ആക്കി വെച്ചിട്ട് അത് കാണാൻ ഇഷ്ടമുണ്ടാ എങ്കിൽ അവನು ഓരോ നാളിലും 1000 സ്വലാത്ത് ചൊല്ലട്ടുണ്ടാ. ലം യമു ഹത്താ യറാ മഖഅദഹു മിനൽ ജന്ന, സ്വർഗത്തെ ഓന്റെ ജാഗരെ കാണാണ്ട് മരിക്കില്ലാണ്ട് ചൊന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്തർഹീബ് വതർഹീബുള്ള ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചൊല്ലേണ്ടൊന്ന് എന്തിപ്പോ ഇന്നലെ ഇണ്ടല്ല നമ്മൾ മനസ്സിലാക്കിയ പോലെ ഒരിക്കലും ഒരാൾക്ക് നഷ്ടമാവാത്ത എനിക്കത്തെ വിഷയം. എപ്പെല്ലാം നമുക്ക് സമയം കിട്ടുക, ഇനി സമയം കിട്ടാണ്ട് കാക്കടല്ല, സമയം കിട്ടുവാട്ടിട്ട് ആക്കിയിട്ട് ഞാൻ ആക്കുന്ന പണിയാണ് അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔത്ര പള്ളി വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചെല്ലാം. പള്ളി ഔത്തു പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലിൽ സ്വലാത്ത് ചെല്ലാം. ഒരു മൈക്കാലത്ത് വാഹനത്തിൽ പോകുന്ന പേർക്ക് അപ്പോഴും അറിയാണ്ട് നക്ക് കൊന്തേയില്ല അമൽ ആയില്ല. അത്ര സുലഭത്തിലാക്കുക വേണ്ടി അമൽ വേറെ ഒന്നും ഇല്ലേ ഇല്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു വതർദാ ലഹു. ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്വലാത്തുകൾ ധാരാളമുണ്ട്. ഈ സ്വലാത്തുകളെല്ലാം ജീവിതത്തിൽ അധികരിപ്പിക്കുമ്പോൾ ഏറ്റവും വലിയ മഹത്വങ്ങൾ പവർ ആ ചൊല്ലയ്ക്കത്തെ ആളുകൾ കിട്ടുകൊണ്ടുകൊണ്ടാണ് ഇമാമിങ്ങൾ എല്ലാവരും ചൊന്നത്. എന്നിട്ട് ആ സ്വലാത്തിലൂടെ കിട്ടിയെനിക്കത്തെ കുറെ അനുഭവ സംഭവങ്ങൾ ഇമാമിയങ്ങൾ വിശദീകരിക്കാറ്. അത് നമുക്ക് നാളെ ചൊല്ല. ധാരാളം സംഭവങ്ങൾ അനുഭവങ്ങളാണ് ഇമാമിയങ്ങൾ ചൊല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അന്ത്യനാളിൽ ഷെയ്ഖില്ലാത്ത ടൈമുൾ ഷെയ്ഖിനെ തേടി പോകേണ്ടില്ല. സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് ഷെയ്ഖിനെ തേടി പോണ്ടാറ്. അങ്ങനെ മുട്ട പോണ്ട് ഇങ്ങളെ മുട്ട പോണ്ട് ലാസ്റ്റ് നട്ടം തിരിഞ്ഞു പോണ്ടാറ് കുറെ ആൾമാരെല്ലാം. ഈ ഷെയ്ഖ് എങ്ങനത്തതും കൊത്താവില്ല. ഞാൻ ഷാദുൽ ഇമാമിയുടെ ബഗ്ഗെയുള്ള ക്ലാസ് എന്നാണ് അത് വിശദമായിട്ട് ചെന്നത്.
ഷെയ്ഖ് തേടിപ്പോണ്ട നന്റെ ആഖിറത്ത് കൈവരിക്കും അയാൾ വേണം ചെന്നിട്ടു ലാസ്റ്റ് അവനും കുണ്ടി പോന്നിട്ടിക്കൽ അവനും പോന്നിട്ട് പോകണം. അപ്പൊ അങ്ങനത്തെ ഒരു ടൈമിൽ ഏറ്റവും വലിയ സ്വലാത്ത് അള്ളാഹുടെ മുട്ട എത്തുവാട്ടോ ഞാനൊരു ഷെയ്ഖായിട്ട് തീരുമാനിക്കാൻ കഴിച്ച് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നന്റെ ഉറക്കലും ഉണർവിലും സ്വീകരിക്കപ്പെടുന്ന ഏകൈക അമൽ അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ധാരാളം ചെല്ല അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ജീവിതത്തെ എല്ലാ സമയത്തും സ്വലാത്ത് അധികരിപ്പിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഞങ്ങളെ നാവും ഖൽബും സ്വലാത്ത് കൊണ്ട് ദിക്ർ കൊണ്ട് ഹയാത്താക്കി തരുമാറാവട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിനെ ഖബൂലാക്കണം റഹ്മാനെ. ഈ സദസ്സിന്റെ ഹക്ക് കൊണ്ട് റബ്ബേ ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാൻ. നീ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളായ അബ്ദുകളിൽ ഇബാദുകളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ, സാലിഹീങ്ങളാക്കണം റഹ്മാൻ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാനെ. അവരുടെയും നമ്മുടെയും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അർഹമർ റഹീമീനായ റബ്ബേ, നമ്മുടെ മനസ്സിലുള്ള ഹജാത്തുകളെ നീ വീട്ടിത്തരണം റഹ്മാനെ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഹൈവാക്കരുത് റഹ്മാനെ. അവർക്കും നമുക്കും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് നൽകണം റഹ്മാനെ. ഹൗദുൽ കൗസർ നൽകണം റഹ്മാനെ. അവിടത്തോടൊപ്പം സ്വർഗ്ഗത്തിൽ ഞങ്ങൾക്ക് ഒരിടം നൽകണം റഹ്മാനെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم.